ഹായ്, വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. എൻ്റെ പേര് ഷൈനി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 to 6 months ബേബി സോക്സ് ആണ്. സോക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ബേബി സോക്സ് ഞാൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് പാറ്റേൺ യൂസ് ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. 2 സ്റ്റിച്ച് മാത്രം ഫോളോ ചെയ്താൽ മതി. ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഈ 2 സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്താണ് ഞാൻ ഈ ബേബി സോക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതാണ്. ഫൂട്ടിന്ന് ഹീല് വരെ എത്രയാണെന്നും ഹോൾ സോക്സിൻ്റെ ലെങ്ത് എത്രയാണെന്നും ഉള്ള മെഷർമെൻറ്റ് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേബി സോക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം. ബേബി സോക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അക്രിലിക് യാണാണ്. സോഫ്റ്റ് അക്രിലിക് യാണാണ്. 4 ply മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് വന്ന് ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറും ഇതുപോലത്തെ ചാണകപ്പച്ച കളർ എന്ന് വേണമെങ്കിലും പറയാം. ഇതുപോലത്തെ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ 2 യാൺ യൂസ് ചെയ്താണ് ഞാൻ സോക്സ് ചെയ്തിരിക്കുന്നത്. ഹുക്ക് 4 mm സൈസ് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു യാൺ നീഡിലാണ്. ലാസ്റ്റ് യാൺ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാൺ നീഡിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ യാൺ കട്ട് ചെയ്യാനായിട്ട് സിസർ, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് ടാപ്പ്. ഇത്രയുമാണ് സോക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സോക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോക്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മാജിക് റിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ടാകുന്നത്. ഇത് ടെയിൽ സൈഡ്, ലെഫ്റ്റ് ഹാൻഡിലുള്ളത് ടെയിൽ സൈഡ്, റൈറ്റ് ഹാൻഡിലുള്ളത് വർക്കിംഗ് സൈഡ്. വർക്കിംഗ് സൈഡ് യാണിനെ രണ്ട് ഫിംഗേഴ്സിൽ കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് സ്മോൾ ഫിംഗർ യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി മുകളിലത്തെ യാണിനെ വലിച്ചു പുറത്തെടുക്കുക. ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലത്തെ യാണിൽ കൂടി യാണിനെ വലിച്ച് ലിപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവന്ന് ഒരു നോട്ടിടുക. ഇതാണ് മാജിക് റിങ്. ഓക്കെ, ഇതാണ് മാജിക് റിങ്. മാജിക് റിങ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഈ മാജിക് റിങ്ങിനുള്ളിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രൂഷ്യ ആണ് കേട്ടോ. അപ്പോൾ ഡബിൾ ക്രൂഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ചെയിൻ 2 ഇടണം. ഈ ചെയിൻ 2നെ ഡബിൾ ക്രൂഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് മാജിക് റിങ് യൂസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇടുന്ന ചെയിൻ സ്റ്റിച്ചിനെ ഞാൻ ഇപ്പോൾ സിംഗിൾ ക്രൂഷ്യ ആവട്ടെ, ഡബിൾ ക്രൂഷ്യ ആവട്ടെ, ട്രിപ്പിൾ ക്രൂഷ്യ ആവട്ടെ, ഹാഫ് ഡബിൾ ക്രൂഷ്യ ആകട്ടെ, ഏത് സ്റ്റിച്ചാണ് മാജിക് റിങ്ങിനുള്ളിൽ ഇട്ടാലും ഫസ്റ്റ് ഇടുന്ന ചെയിൻ സ്റ്റിച്ചിനെ ഞാൻ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാജിക് റിങ്ങിനുള്ളിൽ 14 ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. മാജിക് റിങ്ങിനുള്ളിൽ 14 ഡബിൾ ക്രൂഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ക്രൂഷ്യ ചെയ്യാം. ഡബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട് ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഹുക്കിനെ ഈ റിങ്ങിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കുക. എടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടി യാണിനെ കൊണ്ടുവരിക. വീണ്ടും സെക്കൻഡ് 2 ലൂപ്സിൽ കൂടി യാണിനെ കൊണ്ടുവരിക. ഇതാണ് ഡബിൾ ക്രൂഷ്യ. ഓക്കെ, ഡബിൾ ക്രൂഷ്യ ചെയ്യുന്നതും മാജിക് റിങ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പോയി നോക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനുള്ളിൽ ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ ചെയ്ത് കഴിഞ്ഞ് ഇനി 13 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. 1, ഇനി 2, 3, 4. അപ്പോൾ നമുക്കിതിനുള്ളിൽ 14 ഡബിൾ ക്രൂഷ്യ ചെയ്തിട്ട് കാണാം കേട്ടോ. 14th ഡബിൾ ക്രൂഷ്യയും
നമ്മൾ റിങ്ങിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. 14 ഡബിൾ ക്രോഷ്യ ചെയ്ത് 14 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിങ്ങിനെ ക്ലോസ് ചെയ്യണം. റിങ്ങിനെ ക്ലോസ് ചെയ്യാനായിട്ട് ടെയിൽ യാണിനെ നല്ലതുപോലെ വലിച്ചാൽ മതി. നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യണം. ഇവിടെ ഈ ഹോൾ വരാനേ പാടില്ല. അങ്ങനെ നല്ലതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ റൗണ്ട് ക്ലോസ് ചെയ്യണം. റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ചെയിൻ സ്റ്റിച്ചിന് അങ്ങനെ വിടുക. വിട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാൽ മതി. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ റൗണ്ട് കാണാൻ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് റൗണ്ട്, ഇത് ഫസ്റ്റ് റൗണ്ടാണ്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ആണ് ഞാൻ ഇടുന്നത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് റൗണ്ടിൽ വന്ന് നമ്മൾ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൗണ്ടിൽ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓരോരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അതായത് 1 ഡബിൾ ക്രോഷ്യ പ്ലസ് 1 ഇൻക്രീസ്, 1 ഡബിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇൻവിസിബിൾ ഇൻക്രീസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഹുക്കിനെ യാണിൻ്റെ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതിൽ തന്നെ വീണ്ടും നമ്മൾ സെയിം രീതിക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വീഴും. അപ്പം മൊത്തത്തിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. കണ്ടോ, ഇങ്ങനൊരു സ്പേസ് ഉണ്ടാകുമ്പോൾ കാണാൻ ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ട് ഇൻവിസിബിൾ ഇൻക്രീസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടി ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് ബാക്ക് ലൂപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണ്. ഈ ലൂപ്പിലാണ് ഞാൻ വന്ന് നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ലൂപ്പിൽ നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ, സെയിം സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലാണ് നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. കണ്ടോ, കാണാൻ ഇതായിരിക്കും ഒരു ഭംഗിയാണ്, ഒരു ഫിനിഷിംഗ് ലുക്ക് ഉണ്ടാകും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ചെയ്യാം. നെക്സ്റ്റ് ലൂപ്പിൽ ബാക്ക് ലൂപ്പിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ, ഈ സ്റ്റിച്ച് കണ്ടോ, ഇപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിക്കോളൂ. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, വീണ്ടും സെയിം സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. സെയിം പാറ്റേൺ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ, ഒന്ന് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട്, നെക്സ്റ്റ് സെയിം സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എൻഡിൽ കാണാം. എൻഡിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ബാക്ക് ലൂപ്പിൽ ഇത് ടോട്ടൽ 28 ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ 14 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് റൗണ്ടിൽ 28 ഡബിൾ ക്രോഷ്യ ആണ്. ഇനി സെക്കൻഡ് റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് സെക്കൻഡ് റൗണ്ട് ക്ലോസ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ കാണാൻ നല്ല ഫിനിഷിംഗ് ലുക്ക് ഉണ്ടല്ലോ. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യണം. അതിന് മുൻപേ ആയിട്ട് കളർ ചേഞ്ച് ചെയ്യണം. ഇൻക്രീസ് ഇവിടെ സെക്കൻഡ് റൗണ്ടോടെ ഇൻക്രീസും സ്റ്റോപ്പ് ചെയ്യുവാണ്. സെക്കൻഡ് റൗണ്ടിൽ മാത്രം തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൗണ്ടിൽ ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് തേർഡ് റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ യാണിനെ നമുക്ക് കട്ട് ചെയ്യാം. ഒരു ചെയിൻ ഇട്ടിട്ട്
കുറച്ച് യാൺ കുറച്ച് വിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ ലൂപ്പിൻ്റെ വെളിയിൽ കൂടി യാണിന് പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയാണ് സെക്യൂർ ചെയ്യുക. ഓക്കെ, ഇനി ഇത് ചെയ്യാം. തേർഡ് റൗണ്ടിൽ ഓഫ് വൈറ്റ് കളർ നമ്മൾ അറ്റാച്ച് ചെയ്യുക. കളർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഓഫ് വൈറ്റ് കളർ യാണിനെ ഇങ്ങനെ വലിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ഒരു ചെയിൻ ഇട്ട് സെക്യൂർ ചെയ്യും. ഒരു ചെയിൻ കൂടി ഇടുക. ഇതിനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഹുക്കിനെ താഴോട്ട് റൗണ്ട് 2ൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് പുറത്തെടുക്കുക. എടുത്ത് ഫസ്റ്റ് 2 ലൂപ്സ്, സെക്കൻഡ് 2 ലൂപ്സ്. ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പോയി നോക്കിക്കോളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ചെയ്യുന്നത് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഹുക്കിനെ ബാക്കിലോട്ട്, സെക്കൻഡ് റോയുടെ ബാക്കിലോട്ട് കൊണ്ടുപോയി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ച് ഇങ്ങനെ പുറത്തെടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ അവിടെ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയി. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ആണ്. ബാക്കിലുള്ള ഈ യാണിനെ ഇങ്ങനെ ഈ ഹുക്കിൻ്റെ അടിയിൽ കൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അത് സെക്യൂർ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. സെയിം പാറ്റേൺ തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്, നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഈ എൻഡിൽ കാണാം. ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. തേർഡ് റൗണ്ടിൻ്റെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഫ്രണ്ട് പോസ്റ്റ്, ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ്. എപ്പോഴും ഓർത്തിരിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോസ്റ്റിലും എൻഡ് ആവുന്നത് ബാക്ക് പോസ്റ്റിലുമാണ് കേട്ടോ. അപ്പോൾ ഇനി സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ചിനെ ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് റൗണ്ട് 3നെ ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് 3 ക്ലോസ് ചെയ്യാം. ഇനി ഈ പാറ്റേൺ തന്നെയാണ്, ഈ ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ പാറ്റേൺ ആണ് ഇനി എല്ലാ റൗണ്ടിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൗണ്ട് 4 ചെയ്യാനായിട്ട് ചെയിൻ 1, റൗണ്ട് 4 ചെയ്യാനായിട്ട് ചെയിൻ 1നെ കൗണ്ട് ചെയ്യേണ്ട, സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിലിരിക്കുന്ന ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം.
ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ച് ബാക്ക് പോസ്റ്റ് ആണ്, ആ ബാക്ക് പോസ്റ്റിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ആണ്, അപ്പോൾ അവിടെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ച് ബാക്ക് പോസ്റ്റ് ആണ്, അപ്പോൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, അവിടെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റിൽ വന്ന് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇങ്ങനെ ഈ സെയിം പാറ്റേൺ വന്ന് ഈ റൗണ്ട് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് എൻഡിൽ കാണാം. റൗണ്ട് 4ൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇത് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് റൗണ്ട് 4 ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് റൗണ്ട് 5. റൗണ്ട് 5ലും സെയിം പാറ്റേൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 5ലും ചെയിൻ 1 ഇടുക. ചെയിൻ 1 ഇട്ടിട്ട് ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത പ്ലേസിൽ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഇടുക. സെക്കൻഡ് സ്റ്റിച്ച് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബാക്ക് പോസ്റ്റ് ഇടുക. നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്. ഇങ്ങനെ ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഈ റൗണ്ടിലും കണ്ടിന്യൂ ചെയ്യേണ്ടത്. കണ്ടിന്യൂ ചെയ്തിട്ട് ഈ സെയിം പാറ്റേൺ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്, ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് റൗണ്ട് എൻഡിൽ നമുക്ക് കാണാം. റൗണ്ട് 5ൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. റൗണ്ട് 5 ക്ലോസ് ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് റൗണ്ട് 5 ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി റൗണ്ട് 6ഉം സെയിം പാറ്റേൺ തന്നെയാണ്. റൗണ്ട് 6ലും ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. ബാക്ക് പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബാക്ക് പോസ്റ്റ് ചെയ്യും. ബാക്ക് പോസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബാക്ക് പോസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് പോസ്റ്റ് നെക്സ്റ്റ് സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ച് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ച് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇങ്ങനെ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് ഇതിപ്പോൾ റൗണ്ട് 6 ആണ്. റൗണ്ട് 10ലെത്തുമ്പോൾ കാണാം. അപ്പോൾ ഇനി 4 റൗണ്ട് സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. റൗണ്ട് 10ലെത്തുമ്പോൾ കാണാം. 10th റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഒരു 2 സ്റ്റിച്ച് കൂടി ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, പിന്നെ വന്ന് ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 10th റൗണ്ടിനെയും ക്ലോസ് ചെയ്യും. ഇപ്പോൾ ടോട്ടലായിട്ട് 10 റൗണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വൈറ്റ് മാത്രം കൗണ്ട് ചെയ്യുവാണെങ്കിൽ 8 റൗണ്ടാണ്. ഗ്രീനും കൂടി ചേർത്താണെങ്കിൽ 10 റൗണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഹീൽ പാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹീൽ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചെയിൻ 1 ഇട്ടിട്ട് യാണിനെ കട്ട് ചെയ്യാം. കുറച്ച് യാണ് നീക്കി വിട്ടിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് യാണിനെ പുറത്തെടുത്ത് യാണിനെ സെക്യൂർ ചെയ്യാം. ഈ ഗ്രീൻ കളർ യൂസ് ചെയ്താണ്
ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കളർ യാണിനെ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ഞാൻ വന്ന് സ്റ്റാർട്ടിങ് സ്റ്റിച്ചിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുവാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഗ്രീൻ കളർ യാണിനെയും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ചെയിൻ 1 ഇട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യയാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. 14 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയിൻ 2 ഇടുക. ചെയിൻ 2 ഇടുക. 1 2 ചെയിൻ 2 ഇടുക. 1 2 ചെയിൻ 2 ഇട്ടിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. 14 ഡബിൾ ക്രോഷ്യ നമുക്ക് ചെയ്യണം. ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം 2. അപ്പോൾ 14 നെക്സ്റ്റ് 14 സ്റ്റിച്ചസിൽ ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 14 സ്റ്റിച്ചസിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം 2 2 3 5 6 7 8 9 10 11 12 13 14. അങ്ങനെ നമ്മൾ 14 ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. ഇവിടെ ഹീൽ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീൽ പാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഫസ്റ്റ് 14 ഡബിൾ ക്രോഷ്യ ചെയ്തു. 14 സ്റ്റിച്ചസിൽ ഓരോ സ്റ്റിച്ച് വീതം 14 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെയിൻ 2 1 2 ഇട്ടിട്ട് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഡിഗ്രീസ് ചെയ്യാൻ പോകുന്നത്, സ്റ്റിച്ചസ് ഡിഗ്രീസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് സ്റ്റിച്ചിനെയും ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റാൻ പോകുന്നു. 2 സ്റ്റിച്ചിനെ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അപ്പോൾ അതിന് വേണ്ടി ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ആണ് ചെയ്യുന്നത്. ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇൻവിസിബിൾ ഡിഗ്രീസ് ചെയ്യാം. നമുക്ക് ഇൻവിസിബിൾ ഡിഗ്രീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക. ഓക്കെ, ഈ രണ്ട് ലൂപ്പും ചേർത്തെടുക്കാതെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക. എടുത്ത് ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരിക. ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യുക, ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇതിലും ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ച് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുക്കുക. ഫസ്റ്റ് 2 ലൂപ്സ് ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യുക, ഹുക്കിൽ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 ലൂപ്സ് ഉണ്ട്. ഈ 3 ലൂപ്സിനെയും ചേർത്ത് ഒറ്റ ലൂപ്പാക്കുക. യാണിനെ വലിച്ച് 3 ലൂപ്പിനുള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവരിക. അങ്ങനെ ഒരു സ്റ്റിച്ച് നമ്മൾ ഡിഗ്രീസ് ചെയ്തു. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യണം. നെക്സ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഫസ്റ്റ് 2 ലൂപ്സ്. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്സ്. ഇനി ഇതിനെ ഒറ്റ ലൂപ്പ്. അപ്പം നമുക്ക് ഈ റൗണ്ടിൽ ഉണ്ടായിരുന്നത്, അതായത് 11th റൗണ്ടിൽ നമുക്ക് ഉണ്ടായിരുന്നത് 14 സ്റ്റിച്ചസ് ആണ്. ഈ 14 സ്റ്റിച്ചസിന് 14 ഡബിൾ ക്രൂഷ്യയാണ് നമ്മൾ 11th റൗണ്ടിൽ നമ്മൾ 14 ഡബിൾ ക്രൂഷ്യയാണ് ചെയ്തത്. അത് 12th റൗണ്ടിൽ 7 ഡബിൾ ക്രൂഷ്യ ആക്കി നമ്മൾ ഡിക്രീസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്സ്. നെക്സ്റ്റിൽ വീണ്ടും ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക, 2 ലൂപ്സ്. ലാസ്റ്റ് 3 ലൂപ്പിലും കൂടി ഒറ്റ ലൂപ്പാക്കി മാറ്റുക, ഡിക്രീസ് ചെയ്തു. അപ്പോൾ 1 2 3 ഫ്രണ്ട് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണിനെ ഇങ്ങനെ വലിക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണിനെ വലിച്ചെടുക്കുക, ഒറ്റ ലൂപ്പാക്കി മാറ്റുക. നെക്സ്റ്റിലും ഫ്രണ്ട് ലൂപ്പിൽ ഫ്രണ്ട് ലൂപ്പ് ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഈ റൗണ്ട്, ഈ റോ കംപ്ലീറ്റ് ആയിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ 14 സ്റ്റിച്ചസിനെയും 7 സ്റ്റിച്ചസ് ആക്കി റെഡ്യൂസ് ചെയ്യുവാണ്. ഇനി ലാസ്റ്റ് സ്റ്റിച്ച് 1 ഓക്കെ. അപ്പോൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 7 സ്റ്റിച്ചസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയിൻ 2. നെക്സ്റ്റിൽ വന്ന് ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഒന്നും വരാൻ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ടിൽ 7 സ്റ്റിച്ചസിനെ റെഡ്യൂസ് ചെയ്ത് ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റാനാണ് പോകുന്നത്. ഹുക്കിനെ യാണിനെ ചുറ്റിയിട്ട് ബാക്ക് ലൂപ്പ് മാത്രം, ഫ്രണ്ട് ലൂപ്പ് എടുക്കണ്ട, ബാക്ക് ലൂപ്പിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ എടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് ഫസ്റ്റ് 2 ലൂപ്സിനുള്ളിൽ കൂടി കൊണ്ടുവരിക, ലാസ്റ്റ് ലൂപ്പിന് ഹോൾഡ് ചെയ്യുക ഹുക്കിൽ. എന്നിട്ട് വീണ്ടും സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ബാക്ക് ലൂപ്പിൽ നിന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിക്കുക, ഫസ്റ്റ് 2 ലൂപ്സ്, ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലും സെയിം, ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യുക, ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം, എന്നിട്ട് ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടി പുറത്തെടുക്കുക, ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ്, ലാസ്റ്റ് ലൂപ്പ് ഹോൾഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ തന്നെയാണ്, ബാക്ക് ലൂപ്പ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇതുപോലെ തന്നെയാണ്, ബാക്ക് ലൂപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് യാണ് വലിച്ചെടുക്കുക, ഫസ്റ്റ് 2 ലൂപ്സ്, ലാസ്റ്റ് ലൂപ്പിനെ ഹോൾഡ് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മുടെ ഹുക്കിലിപ്പോൾ 1 2 3 4 5 6 7 8 ലൂപ്സ് ഉണ്ട്. ഈ 8 ലൂപ്സിനെയും യാണിനെ വലിച്ച് 8 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടിയും കൊണ്ടുവന്ന് ഒറ്റ ലൂപ്പാക്കി മാറ്റുക, ഒറ്റ സ്റ്റിച്ചാക്കി. കണ്ടോ, ഒറ്റ സ്റ്റിച്ചാക്കി. ഇനി ലാസ്റ്റ് ചെയിൻ 1 ഇട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെയിൻ 1 ഇട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് യാണ് കട്ട് ചെയ്യാം. ഇനി യാൺ ചേഞ്ച് ചെയ്യാൻ പോവാണ്, യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഗ്രീൻ കളറിനെ ഇവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ച് പുറത്തെടുത്ത് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വയ്ക്കും. ഓക്കെ, കണ്ടോ, ഇതാണ് ഹീൽ പാർട്ട്, സോക്സിൻ്റെ ഹീൽ പാർട്ടാണിത്.
കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളർ യാൺ എടുക്കുക. യാൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ, ഈ സൈഡിൽ തന്നെ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സൈഡിൽ തന്നെ, ഈ സൈഡിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് വൈറ്റ് കളർ യാൺ ആഡ് ചെയ്യാൻ പോവുകയാണ്. യാണിനെ വലിച്ചതിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരിക. ചെയിൻ 1 ഇട്ട് സെക്യൂർ ചെയ്യുക. ചെയിൻ 2. ഇതിൽ നമ്മൾ ഇനി ഈ ഹീൽ പാർട്ടിൽ ഈ ചുറ്റിലും 14 ഡബിൾ ക്രൂഷ്യ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 14 ഡബിൾ ക്രൂഷ്യ ഉണ്ട്. ഇനി ഈ ഹീൽ പാർട്ടിൻ്റെ ചുറ്റിലും 14 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ 28 ഡബിൾ ക്രൂഷ്യസ് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഇവിടെ ടോട്ടലായിട്ട് 14 ഡബിൾ ക്രൂഷ്യ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ ഞാൻ ഡബിൾ ക്രൂഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഗ്യാപ്പ് വരാതെ വേണം ഡബിൾ ക്രൂഷ്യ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഗ്യാപ്പ് വരാതെ ചെയ്യണം. ഗ്യാപ്പ് വരാതെ ചെയ്യാനായിട്ട് ഇത് ഫസ്റ്റ് ഡബിൾ ക്രൂഷ്യ. ഇവിടെ തന്നെ നമുക്ക് വീണ്ടും ഒരു ഡബിൾ ക്രൂഷ്യ ചെയ്യാം. ഒരു ഡബിൾ ക്രൂഷ്യ കൂടെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരില്ല. അപ്പോൾ 2 ഡബിൾ ക്രൂഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ഇതിൽ ചെയ്യുമ്പോൾ, നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരും. അതുകൊണ്ട് ഇങ്ങനെ ഈ സ്റ്റിച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരില്ല. ഓക്കെ, സെക്കൻഡ് ഡബിൾ ക്രൂഷ്യ. ഇനി തേർഡ് 2 4. അപ്പം 1 2 3 4 ആയി. നെക്സ്റ്റ് സ്റ്റിച്ചിൽ തന്നെ 5 6 ഇവിടെ 2 ടുഗദർ ചെയ്യുവാണ്. ഞാൻ 2 ഇവിടെ ചേർത്ത് ചെയ്തു. 7 ആയി. അപ്പോൾ 1 1 2 3 4 5 6 7. നെക്സ്റ്റ് ഇതും ടുഗദർ ചെയ്യുവാണ്. 8 9 നെക്സ്റ്റ് 10 ഇവിടെ 2 2 ചേർത്ത് ചെയ്യുവാണ്. 11 12 13 നെക്സ്റ്റ് 14th സ്റ്റിച്ചാണ്. ഹീൽ പ്ലേസിൽ നമ്മൾ 14 സ്റ്റിച്ചസ് ആണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സൈഡിൽ 14 സ്റ്റിച്ചസ് ചെയ്യണം. അപ്പോൾ ടോട്ടലായിട്ട് 28 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം.
ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഈ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഇവിടെ ഫ്രണ്ട് പോസ്റ്റ് ഉള്ള സ്ഥലത്ത് ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ് ഉള്ള സ്ഥലത്ത് ബാക്ക് പോസ്റ്റ്, അങ്ങനെ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ കാണാം. ഇവിടെ നമ്മൾ 14 ഡബിൾ ക്രോഷ്യ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യും. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ചെയിൻ 1 ഇട്ടിട്ട് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇവിടെ ടോട്ടലായിട്ട് 14 ഡബിൾ ക്രോഷ്യ വരണം. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്, നെക്സ്റ്റ് ഇവിടെ നമ്മൾ 2 ടുഗദർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ഒറ്റ സ്റ്റിച്ച് ആക്കണം. അപ്പോൾ ഒറ്റ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റിൽ 2 ടുഗദർ ആണ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് നമ്മൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്. ഇവിടെ 2 സ്റ്റിച്ചും തനിത്തനിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തനിത്തനിயாக ചെയ്യണം. ബാക്ക് പോസ്റ്റ്, നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്. നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്, നെക്സ്റ്റ് ഫ്രണ്ട് പോസ്റ്റ്. നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ്. ഇനി സെയിം ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ്. ഓക്കെ, എൻഡ് വരെ ചെയ്ത് നമുക്ക് എൻഡിൽ കാണാം. റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് 16th റൗണ്ടാണ്. 16th റൗണ്ടും സെയിം ഇതേപോലെ തന്നെയാണ്. ചെയിൻ 1 ഇടുക. ഫ്രണ്ട് പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഫ്രണ്ട് പോസ്റ്റ് ഉള്ള പ്ലേസിൽ ഫ്രണ്ട് പോസ്റ്റ് ഇടുക. ബാക്ക് പോസ്റ്റ് ഉള്ള പ്ലേസിൽ ബാക്ക് പോസ്റ്റ് ഇടുക. ഓക്കെ, ഇത് 16th റൗണ്ട്. 16th റൗണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം. റൗണ്ട് ഇതുപോലെ ചെയ്തിട്ട് 16, 17, 18, 19 16 റൗണ്ടും ചെയ്ത് ഇവിടെ ഫിനിഷ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചിൽ നെക്സ്റ്റ് സെയിം സ്റ്റിച്ച് തന്നെയാണ്, സെയിം പാറ്റേൺ, സെയിം കളർ കണ്ടിന്യൂ ചെയ്യുക. 19th റൗണ്ട് വരെ കണ്ടിന്യൂ ചെയ്യുക. 19th റൗണ്ടിൻ്റെ എൻഡിൽ നമുക്ക് കാണാം. 19th റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി 2 സ്റ്റിച്ചസ് കൂടി ചെയ്യാനുണ്ട്.
ഫ്രണ്ട് പോസ്റ്റും ലാസ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റും. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോക്സിൻ്റെ മുകളിലത്തെ പാർട്ട്, ഏറ്റവും മുകളിലത്തെ പാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചെയിൻ 1 ഇട്ടിട്ട് യാണ് കട്ട് ചെയ്യുക. കുറച്ച് നീളത്തിൽ വിട്ടിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് യാണിനെ വലിച്ച് പുറത്തെടുത്ത് ഇങ്ങനെ സെക്യൂർ ചെയ്യാം. ഇവിടെ ഇങ്ങനെ നമ്മൾ വിട്ടിരിക്കുന്ന യാണിനെയൊക്കെ തുന്നി ലാസ്റ്റിൽ സൂചി കൊണ്ട് തുന്നി സെക്യൂർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് യാൺ കളർ ചേഞ്ച് ചെയ്യാം. ഗ്രീൻ കളർ യാണാണ് ഞാൻ ഇനി അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ കളർ യാണാണ് ഞാൻ ഇനി അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. യാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. യാണ് നമുക്ക് ഇതിൽ സോക്സിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇവിടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ ഗ്രീൻ കളർ യാണിനെ വലിച്ച് ഉള്ളിലോട്ടെടുത്ത് യാണിനെ ഞാൻ ആഡ് ചെയ്യുവാണ്. സോക്സിലോട്ട് യാണിനെ ആഡ് ചെയ്തു. ചെയിൻ 1 ഇട്ട് അതൊരു നോട്ടാണ്, നോട്ടിട്ട് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ഇടുക. ഓക്കെ, ഇനി സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് ഇരിക്കുന്നത്. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഈ സെയിം പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളർ യാൺ നമ്മൾ 3 റൗണ്ടാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് റൗണ്ടാണ്. ഇനി 2 റൗണ്ട് കൂടി ചെയ്യണം ഗ്രീൻ കളർ യാൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ടോട്ടലായിട്ട് എത്ര റൗണ്ടാണ് ചെയ്തതെന്നുള്ളത് ഞാൻ എൻഡിൽ കാണിക്കാം. നമുക്കിനി ഈ ഗ്രീൻ കളർ യാൺ തന്നെ 2 റൗണ്ട് കൂടി ചെയ്യണം. ടോട്ടൽ 3 റൗണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടോട്ടൽ 3 റൗണ്ട് ചെയ്തിട്ട് എൻഡിൽ കാണാം. നമുക്ക് 3rd റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. 2 സ്റ്റിച്ചസ് കൂടി നമുക്ക് ചെയ്യണം. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ, ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി സ്ലിപ്പ് സ്റ്റിച്ച്, ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യുക. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോക്സ് റെഡി ആയിട്ടുണ്ട്. 19th റോ വരെ ഓഫ് വൈറ്റ് കളർ ചെയ്തിട്ട് പിന്നെ നമ്മൾ 20th റോ തൊട്ട് ഗ്രീൻ കളർ യാണാണ് യൂസ് ചെയ്തത്. ഗ്രീൻ കളർ യാൺ 1 2 3 റൗണ്ട് വരെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യാനായിട്ട് ചെയിൻ 1 ഇടുക. യാണിനെ നമുക്കിനി തുന്നി സെക്യൂർ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ ലൂപ്പിൻ്റെ വെളിയിൽ കൂടെ യാണിനെ പുറത്തെടുക്കണം. എടുത്തിട്ട് സെക്യൂർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോക്സ് റെഡി ആയിട്ടുണ്ട്. ബേബി സോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ യാൺ നീഡിൽ യൂസ് ചെയ്ത് യാൺ നീഡിൽ കോർത്തിട്ട് യാണിനെ ഇവിടെ ബാക്കിലോട്ട് തുന്നി സെക്യൂർ ചെയ്ത് വയ്ക്കണം. അല്ലെങ്കിൽ വന്ന് ഇളകിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ തുന്നി സെക്യൂർ ചെയ്ത് വയ്ക്കണം.
കട്ട് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ലെഗിൻ്റെ കൂടി നമുക്ക് ചെയ്യണം. സെയിം പാറ്റേൺ സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഒരു 2 സോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. പോകുന്ന മെഷർമെൻറ്റ് വന്ന് 3 to 6 months ബേബി സൈസാണ് കേട്ടോ. കാണാമോ? ഹീലിൽ നിന്നും ഫുട്ട് വരെ 11 cm ആണ്. ഹോൾ ലെന്ത് 16 cm ആണ്. ഇത് 3 to 6 months ബേബി സൈസാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ബേബി സോക്സ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.